ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് ഉറക്കെ പറഞ്ഞു നിങ്ങളെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ വിശ്വാസോത്സവത്തിന്റെ 2ാമത്തെ ദിവസമാണല്ലോ അല്ലേ? ഇന്നത്തെ പാഠത്തിന്റെ പേരെന്താണെന്നൊന്ന് പറയാമോ? നമുക്കൊരു പള്ളി പണിയാം. അതെ, നമുക്കൊരു പള്ളി പണിയാം. പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളിയെ പറ്റി, പള്ളി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? അതെ, പള്ളിയില് ദൈവമുണ്ട്, അച്ഛനുണ്ട്, ദൈവജനമുണ്ട്. ഇവയെല്ലാം കൂടി കൂടുന്നതാണ് ഒരു പള്ളി എന്ന് പറയുന്നത്. പള്ളിയിൽ നമ്മൾ എന്തിനാണ് പോകുന്നത്? ബലിയർപ്പിക്കാൻ. ദൈവ സാന്നിധ്യത്തിന്റെ ഇടമാണ് പള്ളി. ദൈവജനമായ നമ്മുടെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് ബലിയർപ്പണമാണ്. എന്താണ് ബലി? ഈശോയുടെ പെസഹ രഹസ്യങ്ങളുടെ ആഘോഷമാണ് ബലിയർപ്പണം. പഴയ നിയമ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അവിടെ എന്താണ് കാണുന്നതെന്ന്. പുറപ്പാടിന്റെ പുസ്തകം 4:23 ഇങ്ങനെ പറയുന്നു: ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, എന്നെ ആരാധിക്കാൻ വേണ്ടി എന്റെ പുത്രനെ വിട്ടയക്കുക. നീ അവനെ വിട്ടയക്കുന്നില്ലെങ്കിൽ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ ഞാൻ വധിക്കും. അതുപോലെ തന്നെ 5:1 ഇപ്രകാരം പറയുന്നു: മോശെയും അഹറോനും ഫറവോയുടെ മുൻപിൽ ചെന്ന് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, മരുഭൂമിയിൽ നിന്ന് വന്ന് എന്റെ ബഹുമാനാർത്ഥം പൂജാ മഹോത്സവം ആഘോഷിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. അപ്പോ ഇത് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെക്കണം. പുറപ്പാട് 5:3, 7:16, 8:20, 9:1, 9:13, 10:3 ഇവയിലെല്ലാം ദൈവം കൽപ്പിക്കുന്നതായിട്ടാണ് ഇസ്രായേൽ ജനത്തെ എന്നെ ആരാധിക്കാനായിട്ട് പറഞ്ഞു വിടുക എന്ന് ഫറവോയോട് പറയുകയാണ്. പക്ഷെ ഫറവോ അത് കേൾക്കുന്നില്ല. അവസാനം ഫറവോയ്ക്ക് സംഭവിച്ച 10 മഹാമാരികളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോ ദൈവജനമായ നമ്മുടെ കടമയും ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ദൈവത്തെ ആരാധിക്കാനായി ദൈവജനം ഒരുമിച്ച് കൂടുന്ന ഇടമാണ് നമ്മുടെ ദേവാലയം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിന്റെ ഇടമാണ് ദേവാലയം. ഇസ്രായേൽ ജനം ദൈവത്തെ എപ്പോഴും, ദൈവം ഇസ്രായേൽ ജനത്തിന്റെ കൂടെയായിരുന്നു എപ്പോഴും. പക്ഷെ എല്ലായ്പ്പോഴും എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് ദൈവം അവരിൽ നിന്ന് അകന്നത്? അവർ പാപം ചെയ്തപ്പോഴൊക്കെ ദൈവം അവരിൽ നിന്ന് അകന്നുപോയി. പക്ഷെ ദൈവം അവരെ നിത്യമായി ശിക്ഷിച്ചില്ല. ചെറിയ ചെറിയ ശിക്ഷണത്തിലൂടെ അവരെ വീണ്ടും വീണ്ടും തന്നിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നാമും പാപം ചെയ്യുമ്പോഴൊക്കെ ദൈവത്തിൽ നിന്ന് അകലുകയാണ്. അപ്പോൾ സഭ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. പൂർണമായ മനസ്താപത്തോടെ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ വീണ്ടും ദൈവത്തോട് അടുക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് കൂടെ കൂടെ നിങ്ങൾ വിശുദ്ധ കുമ്പസാരം സ്വീകരിക്കണമെന്ന്. ഓക്കെ, നമുക്ക് 2ാമത്തെ ദിവസം 10 ആക്ടിവിറ്റിയാണ് ചെയ്യാനുള്ളത്. നമുക്കിപ്പോൾ 1ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. അവിടെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചിത്രം എന്താണ്? അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സ്ലേഹന്മാരുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്നതാണ്. 2ാമത്തെ ചിത്രമോ ഈശോയുടെ 2ാം വരവിനെ. ഇത് പ്രപഞ്ചത്തിന്റെ പ്രതീകമാണ്. 4ാമത്തെ ചിത്രം തിരുസഭയെ സൂചിപ്പിക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് എഴുതാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസികൾക്ക് ഒരുമിച്ചുകൂടി ബലിയർപ്പിക്കുവാനുള്ള വേദി അതേതാണ്? അഥവാ സ്വർഗീയ ജീവിതത്തിനായി നമ്മെ ഒരുക്കുന്ന പരിശീലന ഭവനം. ഇത് ഏതായിരിക്കും? നമ്മുടെ ദേവാലയമായിരിക്കും. ഇവിടെ അക്ഷരം തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ ശരിയാക്കി ഈ കോളത്തിൽ എഴുതണം. ഓക്കെ,
അപ്പോൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന 4 ചിത്രങ്ങളും ദേവാലയത്തിന്റെ പ്രതീകങ്ങളാണ്. നമുക്കത് എന്താണെന്നൊന്ന് ചുരുക്കത്തിൽ നോക്കാം. സ്ലീഹന്മാരുടെ ഐക്യത്തിന്റെ പ്രതീകം അതെന്താണെന്ന് നോക്കാം. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ മാർപ്പാപ്പ, മെത്രാപ്പോലിത്തമാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ എല്ലാവരും സ്ലീഹന്മാരുടെ പിന്തുടർച്ച അവകാശികൾ എന്ന നിലയിലാണ് ബലി അർപ്പിക്കുന്നത്. ഈശോയുടെ 2ാം വരവിന്റെ പ്രതീകമാണ് 2ാമത്തെ ചിത്രം. ഈശോ എന്തിനാണ് വീണ്ടും വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അന്ത്യവിധിക്കായിട്ടാണ്. അന്ത്യവിധി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് നമ്മളെ വിധിക്കുവാനായിട്ടാണ്. നന്മ ചെയ്തവർ സ്വർഗത്തിലേക്കും തിന്മ ചെയ്തവർ നരകത്തിലേക്കും പോകുന്ന അതാണ് അന്ത്യവിധി എന്ന് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മളെ എങ്ങോട്ട് ലക്ഷ്യമാക്കിയായിരിക്കണം യാത്ര ചെയ്യേണ്ടത്? സ്വർഗത്തെ ലക്ഷ്യമാക്കി നന്മയിലൂടെ മുന്നോട്ട് ചരിക്കണം. അപ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരും. ഇനി അടുത്തത് പ്രപഞ്ച സൃഷ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ദേവാലയം പ്രപഞ്ചത്തിന്റെ പ്രതീകമാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ പ്രതീകമാണ് ഓരോ ദേവാലയവും. ഈ ദേവാലയത്തിൽ നമ്മൾ വിശുദ്ധിയോടെ വ്യാപരിക്കണം. സ്വർഗത്തെയും ഭൂമിയെയും ഒന്നിപ്പിക്കുന്ന ഇടമാണ് ദേവാലയം. അവിടെ ഭൂസ്വർഗവാസികൾ ഒത്തൊരുമിച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ആ ഓർമ്മയോടുകൂടി വേണം നമ്മൾ ദേവാലയത്തിൽ വ്യാപരിക്കുവാൻ. ആരൊക്കെ ചേർന്നാണ് ബലിയർപ്പിക്കുന്നത്? മാലാഖമാരും വാനവഗണങ്ങൾ മുഴുവനും ഒത്തുചേർന്ന് നമ്മൾ ഭൂമിയിൽ വസിക്കുന്ന നമ്മളും എല്ലാവരും ചേർന്നാണ് ബലിയർപ്പിക്കുന്നത്. അടുത്തത് എന്തിന്റെ പ്രതീകമാണ്? തിരുസഭയുടെ പ്രതീകമാണ് ദേവാലയം. സഭാമക്കളുടെ ഐക്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സിഹ എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹം ദൈവാരാധനയ്ക്കായി അണയുമ്പോഴാണ് ദേവാലയത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഈ സമൂഹം തിരുസഭയെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ആക്ടിവിറ്റി 2ലേക്ക് കടക്കാം. ആക്ടിവിറ്റി 2ലേക്ക് കടക്കാം. ആക്ടിവിറ്റി 2 ആദ്യം തന്നെ എന്താണ് കൊടുത്തിരിക്കുന്നത്? മിഠായി പെട്ടിയിൽ ഒളിഞ്ഞിരിക്കുന്ന അക്ഷരങ്ങൾ കണ്ടെത്തുക. അതിവിശുദ്ധ സ്ഥലമാണ് ഇത്. അതെന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് മദ്ബഹ. അത് നിങ്ങളിവിടെ എഴുതണം. മദ്ബഹ അതിവിശുദ്ധ സ്ഥലമാണ്. അത് സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? സ്വർഗത്തിന്റെ പ്രതീകമാണ് മദ്ബഹ. ഇനി സങ്കീർത്തനം 121:1 അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അടുത്ത സങ്കീർത്തനം 123:1 സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. അപ്പോ സങ്കീർത്തനം 123:1 സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. അപ്പോൾ മലമുകളിന്റെ പ്രത്യേകത എന്താണ്? ദൈവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഇടമാണ് മലമുകൾ. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കാണാം, ഈശോ എപ്പോഴും പ്രാർത്ഥിക്കുവാനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം എന്തായിരുന്നു? മലമുകളാണ്. മലമുകളുടെ പ്രത്യേകത എന്താണ്? അവിടെ ശാന്തതയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ ഏകാന്തതയിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് മറ്റ് ശല്യങ്ങളൊന്നുമില്ല. ദൈവത്തോട് സമാധാനത്തിൽ ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഇടമാണ് മലമുകൾ. അതാണ് മലമുകൾ. അടുത്തത് മത്തായി 24:30 എന്താണ്? അടുത്തത് മത്തായി 24:30 അതിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. അപ്പോഴാണ് മദ്ബഹ ഈശോയുടെ 2ാം വരവിനെ സൂചിപ്പിക്കുന്നു. 2ാം വരവിനെ പ്രതിനിധാനം ചെയ്യാനാണ് മദ്ബഹ ഭിത്തിയിൽ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചിരിക്കുന്നത്. നിങ്ങൾ സങ്കീർത്തനം 121:1 സങ്കീർത്തനം 123:1 മത്തായി 24:30 അത് നിങ്ങളെ ഈ കോളത്തിലേക്ക് എടുത്ത് എഴുതണം. ഓക്കെ. അടുത്തത് നമ്മൾ ആക്ടിവിറ്റി 3ലേക്ക് പോവുകയാണ്. ബേസ് കുരിശയുടെ നടുവിൽ കാണുന്ന ഈ ഭാഗം ദേവാലയത്തിന്റെ കേന്ദ്രമാണ്. കുത്തുകൾ യോജിപ്പിച്ച് ഈ സ്ഥലത്തെ തിരിച്ചറിയുക.
അപ്പോൾ കുത്തുകൾ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന എന്താണ്? ബലിപീഠമാണ്. ബേസ് കുരിശ എന്താണ്? ഇതാണ്. നമ്മള് അച്ഛൻ കുർബാന ചൊല്ലുമ്പോൾ അപ്പവും മീനും ഒരുക്കി പ്രദക്ഷിണമായിട്ട് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് തന്നെയാണ് ബേസ് കുരിശ എന്ന് പറയുന്നത്. ബലിപീഠം ഇതാണ്. ബലിപീഠം നമുക്ക് ഇനി എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം. രക്ഷാകര രഹസ്യത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും സംഭവങ്ങളും ദേവാലയത്തിന്റെ കേന്ദ്രമായ ബലിപീഠം സൂചിപ്പിക്കുന്നു. താഴെയുള്ള ചിത്രങ്ങൾ നോക്കി അവ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം. ഇത് ബലിപീഠം. അതിന്റെ തൊട്ടു മുകളിൽ കാണുന്നത് സ്വർഗ കവാടമാണ്. ഇത് ഒരു ഗേറ്റ് പോലെ കാണുന്നത് സ്വർഗ കവാടം. അതിന്റെ തൊട്ട് വലതുവശം ഇതിന്റെ തൊട്ട് താഴെ സ്വർഗീയ ഗോവണി. അതിന്റെ താഴെ തിരുവുത്ഥാന സ്ഥലമാണ്. ഇനി മുകളിൽ തന്നെ ഇടതുവശത്ത് ആദ്യം കാണുന്ന ചിത്രം എന്താണ്? ദൈവത്തിന്റെ സിംഹാസനമാണ്. അതിന് തൊട്ട് താഴെ ഗാഗുൽത്ത. അതിന്റെയും താഴെ ഈശോയുടെ അന്ത്യത്താഴത്തെ സൂചിപ്പിക്കുന്ന അന്ത്യത്താഴ മേശ. ഈ പറഞ്ഞവയൊക്കെ ബലിപീഠത്തിന്റെ പ്രതീകങ്ങളാണ്. സ്വർഗകവാടം, കർത്താവിന്റെ കബറിടം, സ്വർഗീയ ഗോവണി, തിരുവുത്ഥാനത്തിന്റെ സ്ഥലം, ദൈവത്തിന്റെ സിംഹാസനം, ഗാഗുൽത്ത, അതുപോലെ അന്ത്യത്താഴ മേശ. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 5 കടക്കാം. അടുത്ത ആക്ടിവിറ്റി 5 പോകാം. ഇവിടെ 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദേവാലയത്തിലെ പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ ആരൊക്കെയാണ് നിൽക്കുന്നതെന്ന് ആണ് നമുക്ക് നോക്കേണ്ടത്. ഇതെന്താണ്? മദ്ബഹ. മദ്ബഹയിൽ ആരാണ് പ്രവേശിക്കുന്നത്? അവിടെ പുരോഹിതന് മാത്രമാണ് പ്രവേശിക്കാൻ അധികാരമുള്ളത്. പിന്നെ സെക്കൻഡ് വചനപീഠം അല്ലെങ്കിൽ ബേമ. ബേമയിൽ ആരാണ്? ബേമയിലെ പുരോഹിതനും ശുശ്രൂഷികളുമാണ് ബേമയിൽ പ്രവേശിക്കുന്നത്. അടുത്തത് മൂന്നാമത് കെസ്ത്രോമ. കെസ്ത്രോമയിൽ ആരാണ്? അവിടെ ഗായക സംഘമാണ് നിൽക്കുന്നത്. അടുത്തത് ഹൈക്കല. ഹൈക്കല, ഇവിടെയാണ് ദൈവജനം നിൽക്കുന്നത്. ആ ഹൈക്കലയുടെ മധ്യത്തിലായിട്ടാണ് വചനപീഠം അഥവാ ബേമ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്കിത് എന്താണെന്ന് ഒന്ന് നോക്കാം. ആക്ടിവിറ്റി 6 പോകുന്നതിന് മുമ്പ് നമ്മൾ ഇത്രയും കണ്ടതിന്റെ വെളിച്ചത്തിൽ ഇതൊന്ന് 3 ക്രോഡീകരിച്ച് അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒന്നാമത് നമ്മള് ദേവാലയത്തിന്റെ ഘടനയെ പ്രധാനമായിട്ടും 3 തിരിക്കും. അതേതൊക്കെയാണ്? മദ്ബഹ, കെസ്ത്രോമ, ഹൈക്കല. ഇതിൽ ഹൈക്കല എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രതീകമാണ്. അവിടെയാണ് ദൈവജനം ഒരുമിച്ച് കൂടുന്നത്. ഭൗമിക ജെറുസലേമിന്റെ പ്രതീകമായ ബേമ ഹൈക്കലയുടെ മധ്യത്തിലാണ്. ഭൂമിയുടെ മധ്യത്തിൽ ഭൂമിയിൽ നിന്ന് അല്പം ഉയർന്ന സ്ഥലമായിട്ടാണ് ജെറുസലേമിനെ കാണുന്നത്. ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം എന്താണ്? ഇവിടെയാണ് ഈശോയുടെ ജനനവും മരണവും ഉത്ഥാനവും സംഭവിച്ചത്. ബലി എന്ന് പറയുന്നത് തന്നെ ഈശോയുടെ പെസഹ രഹസ്യങ്ങളുടെ അഥവാ ഈശോയുടെ ജനന മരണ ഉത്ഥാനങ്ങളുടെ ആഘോഷമാണ്. വചന ശുശ്രൂഷയിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ദൈവവും മനുഷ്യനും അഥവാ സ്വർഗവും ഭൂമിയും ഒന്നുചേരുന്നത് ഭൗമിക ജെറുസലേമായ ബേമയിലാണ്. ഹൈക്കലയിൽ നിന്ന് ഒരു പടി ഉയർന്ന ഭാഗത്തിന് പറയുന്നത് എന്താണ്? കെസ്ത്രോമ. ദൈവത്തിന്റെ ബലിപീഠത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മാലാഖമാരുടെ പ്രതീകമായ ഗായക സംഘവും ശുശ്രൂഷികളുടെയും സ്ഥാനമാണ് അത്. പഴയ നിയമ ജനതയായ ഇസ്രായേൽ ദൈവത്തെ കണ്ടുമുട്ടുന്നിടത്തെല്ലാം ബലിപീഠം പണിത് പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. തന്നെയാണ് മദ്ബഹായിലും നടക്കുന്നത്. പുതിയ നിയമജനമായ നമ്മുടെ ആരാധനയിലും അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത് പുരോഹിതന്മാർ മാത്രമാണ്. അതിവിശുദ്ധ സ്ഥലമായ മദ്ബഹ സ്വർഗത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് വിരിയിട്ടത് മറയ്ക്കുന്നത്. നമുക്കിവിടെ നമ്മുടെ പള്ളിയിലാണെങ്കിൽ 3 പടികൾ കാണാം. ഈ 3 പടികൾ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഗാഗുൽത്തായുടെ പ്രതീകമാണത്.
വിരിയിട്ട് മറയ്ക്കുന്നത് എന്തിനാണ്? നമ്മൾ കണ്ടു, അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ സാധിക്കുന്നത് ബലിയർപ്പിക്കുന്ന പുരോഹിതന് മാത്രമാണ്. ദൈവത്തിന്റെ സിംഹാസനമായ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ അധികാരമുള്ള പുരോഹിതൻ വിശുദ്ധീകരിച്ച പവിത്രീകരിച്ച ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ബലിയിലാണ് നാം പങ്കുചേരുന്നത്. അതുകൊണ്ടാണ് അത് വിരിയിട്ട് മറയ്ക്കുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 6 കടക്കാം. കുർബാന മധ്യേ നാം പലപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമുണ്ട്. വൈദികൻ പ്രസംഗത്തിന് ശേഷം അനൗൺസ് ചെയ്യാറുണ്ട്, പുറത്ത് നിൽക്കുന്നവർ ഉള്ളിലേക്ക് കയറി നിന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണമെന്ന്. ഈ പുറത്ത് എന്ന് പറയുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് മോണ്ടളം. അവിടെ നിൽക്കുന്നത് ആരാണ്? മാമോദീസാർത്ഥികളും അയോഗ്യരുമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നിൽക്കാനുള്ള സ്ഥലം മോണ്ടളമാണോ? അല്ലല്ലോ, നമ്മൾ ദേവാലയത്തിനുള്ളിൽ നിൽക്കേണ്ടവരാണ്. ആക്ടിവിറ്റി 6 1 എഴുതിയെടുക്കുന്നിടത്ത് മോണ്ടളം എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ഇപ്പുറത്തെ ആ കോളത്തിൽ എഴുതേണ്ടത് എന്താണ്? മാമോദീസാർത്ഥികള്, അയോഗ്യര്, ഇവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് മോണ്ടളം. അത് 2ാമത്തെ നമ്പറിലെ കൈക്കലയാണ്. അവിടെ ആരാണ് നിൽക്കുന്നത്? ദൈവജനം. ഇനി നമ്മൾ ആക്ടിവിറ്റി 7 കടക്കുകയാണ്. ഇവിടെ നിങ്ങൾ 2 കുട്ടികളെ കാണുന്നുണ്ട്. ഒരാള് അമലും ഒരാള് അലനും. അപ്പൊ അവര് പള്ളിയുടെ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ പള്ളി പുതുക്കി പണിയുകയാണ്. അപ്പോൾ അമലിന് കൗതുകം അടക്കാൻ കഴിഞ്ഞില്ല. എന്ത്, നമ്മുടെ ഇടവക പള്ളി പുതുക്കി പണിയുകയാണോ? അപ്പോൾ പള്ളി മുഴുവനും മാറ്റുമോ? അപ്പോൾ അലൻ എന്താണ് മറുപടി പറയുന്നത്? നമുക്ക് നോക്കാം. അയ്യോ ഇല്ല, പുതുക്കി പണിതാലും ഘടനയ്ക്ക് മാറ്റം സംഭവിക്കുകയില്ലല്ലോ. ദേവാലയത്തിന് അടിസ്ഥാനപരമായി ഒരു ഘടനയും രൂപവും ഭാവവും ഉണ്ട്. അവയെ മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ ദേവാലയം എത്ര പുതുക്കി പണിതാലും അതിന്റെ ഘടനയ്ക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാവുകയില്ല. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 വാക്കുകളുമുണ്ട്. അത് ചേരുംപടി ചേർക്കാനായിട്ടാണ്. നമുക്കൊന്ന് നോക്കാം. ഈശോയ്ക്ക് ചേരുന്നത് ഏതായിരിക്കും? മാർസ് ലീവായാണ്. 2ാമത്തത് വചനപീഠം അഥവാ ബേമ. അത് ഇതാണ്. ബസ് സഹദെ, അത് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അത് ബസ് സഹദെ ഇതാണ്. അപ്പോൾ അത് നിങ്ങൾ യോജിപ്പിക്കുക. ആക്ടിവിറ്റി 8 2 സെറ്റ് പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സെറ്റില് 1 എഴുതിയെടുത്ത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ഒരു കുഞ്ഞിന്റെ ചിത്രമാണ്. അത് അമ്മയിൽ നിന്ന് പോഷണം സ്വീകരിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ ചിത്രം അവിടെ നിന്നത് ജനിച്ച് വിശുദ്ധിയിൽ വളർന്നു വരുന്ന ഒരു കുഞ്ഞിനെയാണ് 3ാമത്തെ ചിത്രം കാണിക്കുന്നത്. ഇത്താഴെ എന്താണ്? ബേസഹദെ. ബേസഹദെ എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. വിശുദ്ധരുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇത് മാമോദിസ തൊട്ടി നിങ്ങൾക്കറിയാം. അതിനുശേഷം 3ാമത്തെ ചിത്രത്തില് വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇതിനെങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്താം? സഭയുടെ ഗർഭപാത്രമായ മാമോദിസ തൊട്ടിയിൽ ജനിച്ച് വിശുദ്ധ കുർബാനയാകുന്ന പോഷണം സ്വീകരിച്ച് വിശുദ്ധിയിൽ വളർന്ന് അൾത്താരയിൽ തിരുശേഷിപ്പായി മാറേണ്ടവരാണ് നമ്മൾ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഇതിനെ ഒന്ന് യോജിപ്പിക്കും? അപ്പോൾ ഇത് 1ാമത്തെ ചിത്രം മാമോദിസ തൊട്ടിയുമായിട്ടാണ് ബന്ധപ്പെട്ടത്. അപ്പൊ നിങ്ങൾ അവിടെ അത് മാർക്ക് ചെയ്യുക. 2ാമത്തെ ചിത്രം വിശുദ്ധ കുർബാനയുമായിട്ടാണ്. വിശുദ്ധ കുർബാനയിൽ നിന്ന് പോഷണം സ്വീകരിക്കുന്നു. 3ാമത്തേത് അങ്ങനെ വിശുദ്ധിയിൽ വളർന്ന് അൾത്താരയില് തിരുശേഷിപ്പായി വണങ്ങേണ്ടവരാണ് നാം എന്ന് ഇത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് 3ാമത്തെ ചിത്രം ഇങ്ങോട്ടാണ് യോജിപ്പിക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് ആക്ടിവിറ്റി 9 അവിടെ ഒരു വചനം തന്നിട്ടുണ്ട്. 1 കൊറിന്തോസ് 6:19. അത് നിങ്ങൾ മനഃപ്പാഠമാക്കാനുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അത് നിങ്ങളൊന്ന് മനഃപ്പാഠമാക്കണം. ഇത് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ വിശുദ്ധിയിൽ വളരണം എന്ന് തന്നെയാണ് ഇതും അർത്ഥമാക്കുന്നത്. ഓക്കെ. അടുത്ത് നമ്മൾ ആക്ടിവിറ്റി 10 കടക്കാം.
ഹൃദയവിശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കും. വിശുദ്ധിയോടെ ദേവാലയത്തിൽ വ്യാപരിക്കേണ്ടതിന് നാം ചെയ്യേണ്ട കാര്യങ്ങൾ കണ്ടെത്താമോ? ഇവിടെ ഒരു 7 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതില് പള്ളിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ദേവാലയത്തിൽ സംസാരിക്കുന്നത്, പരിശുദ്ധ കുർബാനയിൽ ഉറങ്ങുന്നത്, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, പള്ളിയുടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത്, മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ നോക്കിയിരിക്കുന്നത്, ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത്, വചന വായന ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇതിൽ ദേവാലയത്തിന് യോജിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്മൈലിയാണ്, മറ്റേത് നെഗറ്റീവ് ആയിട്ടുള്ള. ഒന്ന് പോസിറ്റീവ് സ്മൈലും ഒന്ന് നെഗറ്റീവും. അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ആ പോസിറ്റീവ് സ്മൈലിയുടെ നേരെ ടിക്ക് ചെയ്യുക, അല്ലാത്ത നെഗറ്റീവ് ഇവിടെയും ടിക്ക് ചെയ്യുക. അപ്പോൾ ദേവാലയത്തിൽ സംസാരിക്കുന്നത് അത് പോസിറ്റീവ് അല്ലല്ലോ, നെഗറ്റീവ് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെയാണ് അത് ടിക്ക് ചെയ്യേണ്ടത്. പരിശുദ്ധ കുർബാനയിൽ ഉറങ്ങുന്നത് അതും നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ മൂന്നാമത്തത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് അത് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ടിക്ക് ചെയ്യണം. 4 പള്ളിയുടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് അതും നെഗറ്റീവാണ്. അത് നമ്മൾ ഇവിടെ തന്നെ ടിക്ക് ചെയ്യുക. 5 മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ നോക്കിയിരിക്കുന്നത് അതും നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ടിക്ക് ചെയ്യണം. 6 ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് അത് പോസിറ്റീവാണ്. നമ്മൾ ദേവാലയത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ ടിക്ക് ചെയ്യുക. 7 വചന വായന ശ്രദ്ധിക്കുന്നത് അതും പോസിറ്റീവ് ആണ്. നമ്മൾ ഇവിടെ ടിക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ ഇപ്പുറത്തെ മനപ്പാഠമാക്കാം എന്ന് പറഞ്ഞ് ഹെബ്രായർ 12:14 കൊടുത്തിട്ടുണ്ട്. ഹെബ്രായർ 12:14 എന്താണ്? വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കില്ല. ഇത് നിങ്ങൾ മനപ്പാഠമാക്കണം. മനപ്പാഠമാക്കിയാൽ മാത്രം പോരാ, അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയും വേണം. അതുപോലെ അതിന്റെ കൂട്ടത്തിൽ വേറൊരു വചനം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 6:10 വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ഈ 2 വചനങ്ങൾ നിങ്ങൾ മനപ്പാഠമാക്കി പഠിക്കണം. ഇവിടെ എഴുതി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ദേവാലയത്തെ പറ്റിയും അതിന്റെ ഘടനയെ പറ്റിയും അവിടെ വ്യാപരിക്കേണ്ടത് എങ്ങനെയെന്നും നമ്മൾ കണ്ടു. അപ്പോൾ ദേവാലയം പവിത്രമായ ഒരു സ്ഥലമാണ്. ദേവാലയത്തിൽ ആ പവിത്രതയോടെ വേണം നമ്മൾ വ്യാപരിക്കേണ്ടത്. ദേവാലയത്തിൽ സംസാരിക്കരുത്, പ്രാർത്ഥനയിൽ സജീവമായി പങ്കുകൊള്ളണം. അപ്പോൾ വിശുദ്ധമായ സ്ഥലത്ത് വിശുദ്ധിയോടെ വ്യാപരിക്കുക. അതുപോലെ അങ്ങനെ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ നന്മയുണ്ടാകും, ദൈവാനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളായി വളരുക. ഇനി നമ്മളിന്ന് പഠിച്ച ആക്ടിവിറ്റീസ് ടെസ്റ്റിൽ എഴുതി അതിന്റെ കോപ്പി നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു തരണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.